പാലക്കാട്ട് ഉള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. VK ശ്രീകണ്ഠൻ MP, ഷാഫി പറമ്പിൽ എന്നിവർ രമേശ് പിഷാരടിക്കൊപ്പമുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പാലക്കാട് കടുത്ത പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലമായി പാലക്കാട് മാറുന്നു. പ്രത്യേകിച്ച് BJPയുടെ NDA സ്ഥാനാർത്ഥിയെ ശോഭാ സുരേന്ദ്രൻ അവിടെ എത്തുന്നതോടുകൂടി അവിടെ ഇതിനോടകം തന്നെ പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചില വിമർശനങ്ങൾ UDF ഉയർത്തിക്കഴിഞ്ഞു. അവിടെ BJP CPM കൂട്ടുകെട്ടാണ് എന്നാണ് വിമർശനം ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും UDF സ്ഥാനാർത്ഥി ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരിക്കുന്നു. UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണും. ഷാരിഖ് നവാസ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ഷാരിഖ് പറയൂ. ഗോപികൃഷ്ണൻ, രമേശ് പിഷാരടി പാലക്കാട് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി പാലക്കാട് RDO ഓഫീസിലെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. രമേശ് പിഷാരടിക്കൊപ്പം വടകര MP ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ പാലക്കാട് MP VK ശ്രീകണ്ഠൻ, പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ എത്തിയാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. വലിയ പ്രകടനത്തോടെയാണ് DCC ഓഫീസിൽ നിന്നും വലിയ പ്രകടനത്തോടെയാണ് പാലക്കാട് RDO ഓഫീസിലെത്തിയത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രവർത്തകർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. വലിയ പ്രകടനത്തോടെ എത്തി. ഇപ്പോൾ 12:10 നാമനിർദ്ദേശ പത്രിക RDO വരണാധികാരിയായ RDOക്ക് മുൻപാകെ രമേശ് പിഷാരടി സമർപ്പിക്കുകയാണ്. ഇതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ് ഉള്ളത്. കാരണം പ്രചാരണങ്ങൾ കുറെ മുന്നിട്ട് പോയി. ഇപ്പോൾ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ഈ വൻ ഭൂരിപക്ഷത്തോടു കൂടി ഈ മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിയും അതുപോലെ തന്നെ UDF ക്യാമ്പും നമ്മളോടെല്ലാം പ്രതികരിക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി, രമേശ് പിഷാരടി UDF സ്ഥാനാർത്ഥി ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരിക്കുന്നു. VK ശ്രീകണ്ഠൻ MP, അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ എന്നിവർ MP എന്നിവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. വിവിധയിടങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടക്കുകയാണ്. അമ്പലപ്പുഴയിൽ G സുധാകരനെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ പാലായിൽ പൂഞ്ഞാറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.